कई स्थिति है, तालाब लग गया है। यहाँ पर कोई व्यक्ति देखने वाला भी नहीं है। ये हमारा सबसे बड़ा महान हॉस्पिटल, अरबों खरबों के हॉस्पिटल बना हुआ, सब पानी के मारे पूरा जाम हो गया। जय हिंद, जय भारत। Mai năm mới gặp. মই হেঁটে Anh đi đâu? আমি ঘুরে যাবো তো এখানে ভিজে লই প্লা എവിടെയാണ് ഭരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരുന്ന പ്രളയരഹിത അസം? വർഷപാതത്തിൽ മുങ്ങിപ്പോകുന്ന അപ്പർ അസമിലെ ജനതയടക്കം രാഷ്ട്രീയ നേതൃത്വത്തോട് ഉയർത്തുന്ന ചോദ്യമാണത്. ഓരോ വർഷപാതത്തിലും മനുഷ്യർ പലായനം ചെയ്യപ്പെടുന്നു, കുടുംബങ്ങൾ ഒഴിപ്പിക്കപ്പെടുന്നു, കൂട്ടത്തോടെ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. കാസിരംഗയിലെ ജന്തുലോകം ഗതി കിട്ടാതെ ചത്തുമലച്ച് ഒലിച്ചു പോകുന്നു. എല്ലാ വർഷവും സ്ഥിതി ഇത് തന്നെ. എന്നിട്ടും അവശേഷിക്കുന്നതോ വെള്ളപ്പൊക്കവും വാഗ്ദാന പ്രളയങ്ങളും. ചതുരശ്ര കിലോമീറ്ററാണ് കാസിരംഗ നാഷണൽ പാർക്ക്. മഴ കനത്താൽ മഹാനദി പോലെയാകും കാസിരംഗ. ബ്രഹ്മപുത്ര ഉഗ്രരൂപമെടുത്താൽ പിന്നെ അസമിന് കെടുതിക്കാലമാണ്. അവിടുത്തെ ജീവിതങ്ങൾക്ക് വറുതിയുടെ നാളുകൾ. മഴ തിമിർത്താൽ അസം പ്രളയരൗദ്രതയിൽ മുങ്ങിത്താഴും. അപ്പർ അസമിലെ പ്രധാന മേഖലകളെല്ലാം വെള്ളത്തിലാകും. പ്രളയക്കെടുതി ഇല്ലാതാക്കുമെന്ന വാഗ്ദാനം പലവട്ടം കേട്ടിട്ടുണ്ട് അസം ജനത. കഴിഞ്ഞ 10 വർഷമായി ഇത് പറയുന്നത് മറ്റാരുമല്ല, മോദി, അമിത്ഷാ, ഹിമന്ത ബിശ്വ ശർമ്മ. വാഗ്ദാനത്തിനും പ്രളയത്തിനുമിടയിൽ അസമിലെ മനുഷ്യർ. ഓരോ വർഷവും പൊലിയുന്നത് 100-ൽ പരം ജീവനുകൾ. ഈ മനുഷ്യർ എങ്ങനെ ഇനി പ്രളയക്കെടുതി നീന്തിക്കയറും? ചെളിയിൽ പുതഞ്ഞ ദുബ്രിയും തേസ്പൂരും നഗാവും കാംരൂപും നെമാട്ടി ഘാട്ടും. അസം മാത്രമല്ല, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, UP. ഗുജറാത്തിലും UPയിലും മഴ കനത്തു. ഇതൊക്കെ തന്നെ സ്ഥിതി. UPയിലെ പല മേഖലയും മുങ്ങാൻ 2 മഴ ധാരാളം. 4 കനത്ത മഴ മതി പൂർവാഞ്ചൽ മേഖല പ്രളയത്തിലാകാൻ. ഗുജറാത്തിൽ മഴ ബാധിച്ചത് 12-ലധികം ജില്ലകളെ. സൗരാഷ്ട്ര മേഖലയിൽ മഴ ജനജീവിതത്തെ വല്ലാതെ ബാധിച്ചു. ഗുജറാത്ത് മോഡൽ വികസനം കാണാൻ 4 മഴ മതി. മഴ കനത്താൽ ഉത്തരാഖണ്ഡിലെ അവസ്ഥയും ഭീതിതമാണ്. അസമിലിപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. പ്രളയത്തിൽ നിന്ന് പതിയെ നാട് നീങ്ങുന്നു. പകുതിയോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ അടച്ചു. 2-3 ആഴ്ച കൊണ്ട് പ്രളയക്കെടുതിക്ക് ശമനമായേക്കാം. പക്ഷേ അടുത്ത മഴക്കാലത്തും ഇങ്ങനെ തന്നെയാകുമോ എന്നതാണ് ചോദ്യം. മനുഷ്യരെ ഭൂരിപക്ഷമെന്നും ന്യൂനപക്ഷമെന്നും ഭിന്നിപ്പിച്ച് ഒരു വിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ച് മുട്ടിന് വിദ്വേഷ പ്രസംഗം നടത്തുന്ന മുഖ്യമന്ത്രിയുണ്ട് അസമിൽ, ഹിമന്ത ബിശ്വ ശർമ്മ. കഴിഞ്ഞ 10 വർഷമായി ഹിമന്തയും മോദിയും നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ പ്രളയരഹിത അസം എവിടെയാണ്? കാലങ്ങളായി അസം കനത്ത മഴക്കെടുതിയിലൂടെ കടന്നുപോകുന്നു.
പ്രളയം രൂക്ഷമായ സമയത്ത് പാർലമെന്റ് ഹാളിന് പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളെ കണ്ട കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ചോദിച്ചത് ഇങ്ങനെ: എവിടെ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ പ്രളയരഹിത അസം?